പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിന്റെ 54 മുതലുള്ള വചനഭാഗത്ത് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, യേശു കർത്താവ് തന്റെ ക്രൂശിത മരണത്തിൽ കാൽവരി ക്രൂശിലേക്ക് കടന്നു പോകുവാനും ആ കൊലമരത്തിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറയുന്ന ശബ്ദം, പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ അടിച്ചവരെയും നിന്ദിച്ചവരെയും പരിഹസിച്ചവരെയും ഉപദ്രവിച്ചവരെയും എല്ലാം നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ യേശു കർത്താവിന്റെ അതേ മനോഭാവത്തോടുകൂടെയാണ് സ്തെഫാനോസും യേശു കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത് കാണാൻ കഴിയുന്നത്. ആ സ്തെഫാനോസിനെ കല്ലെറിയുവാൻ വേണ്ടി വന്നപ്പോഴും കല്ലെറിഞ്ഞപ്പോഴും അവൻ സ്വർഗത്തിലേക്ക് നോക്കിയാ ചെയ്തത്. സ്വർഗത്തിലെ കർത്താവിനെയാണ് അന്വേഷിച്ചത്. ലോകത്തിൽ ഒരു മനുഷ്യനും എന്നെ സഹായിക്കാൻ വരണമേ എന്നൊന്നും പറഞ്ഞില്ല. ഏറ് കിട്ടുമ്പോ സ്വർഗത്തിൽ യേശു ആ സ്തെഫാനോസിനെയും കാത്ത് ആ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കർത്താവിന്റെ മഹത്വം ഉണ്ടല്ലോ, ആ സ്തെഫാനോസിന്റെ മേലേക്ക് വെളിപ്പെടുന്നതും സ്തെഫാനോസിന്റെ ജീവിതം ആ കർത്താവിന്റെ കൃപയിൽ നിറയുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 7:54 മുതൽ നോക്കുമ്പോൾ, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അവ കോപപരവശരായി പല്ല് കടിച്ചപ്പോൾ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ചെയ്തത്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ രക്ഷിതാവും നാഥനും ആയി സ്വീകരിച്ച് അവന് വേണ്ടി ജീവിക്കുമ്പോൾ, അവന്റെ വചനവുമായി കടന്നു പോകുമ്പോൾ, മറ്റുള്ളവർ പല്ല് കടിക്കുമ്പോൾ, മറ്റുള്ളവർ നമുക്ക് എതിരെ ശബ്ദിക്കുമ്പോൾ, ഇതാ ആത്മനിറവിലേക്ക് നമ്മൾ കടന്നു വരാൻ ഇടവരും. പ്രിയമുള്ളവരെ, വലിയ ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. അതിന്റെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ് സ്തെഫാനോസ്. ഏറ് കിട്ടിയപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുന്നു. അത് കഴിഞ്ഞ് താഴോട്ട് നോക്കിയാൽ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവൻ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശാവൂൾ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ഇവിടെയാണ് ഈ സ്തെഫാനോസ് എന്ന മനുഷ്യന്റെ ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിന്റെ ദൈവത്തിന്റെ വചനം മടിയില്ലാതെ പ്രസംഗിക്കുമ്പോൾ ഒരു പരാതിയുമില്ല. ഏറ് കിട്ടിയപ്പോൾ എറിഞ്ഞവരെ നോക്കിക്കൊണ്ട് സ്തെഫാനോസ് പറഞ്ഞൊരു കാര്യം, കർത്താവേ, എന്നെ എറിഞ്ഞവരുടെ മേലേക്ക് ഈ പാപം ചുമത്തരുതേ. നമ്മളൊക്കെ ചിലപ്പോ പറയും, നമുക്ക് എന്തെങ്കിലും ഉപദ്രവം വരുത്തിക്കഴിഞ്ഞാൽ അവനൊരു പണി കൊടുക്കണം, കർത്താവെ അവനെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടൊക്കെ അവനെ ശപിക്കുവാനോ അല്ലെങ്കിൽ അവനൊരു വേദന വരുന്നത് കാണാനൊക്കെ ചിലപ്പോൾ ആഗ്രഹിച്ചെന്ന് വരാം. എന്നാൽ യഥാർത്ഥ വിശ്വാസത്തിന്റെ ഉടമയായിരിക്കുന്ന ഒരു ദൈവഭക്തൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല. കാൽവരിയിൽ മരിച്ച യേശുവിന്റെ അനുഭവമാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന് ഏറ്റവും വലിയൊരു മാതൃകയാണ് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ്. ഏറ് കിട്ടിയപ്പോഴും ആ ഏറിന്റെ ആ ശക്തിയോ അല്ലെങ്കിൽ ആരെറിഞ്ഞോ എന്ന് നോക്കാനല്ല നിന്നത്. ആ ഏറ് കിട്ടിയപ്പോൾ സ്വർഗത്തിലേക്കാണ് നോക്കിയത്. കർത്താവ് ആ സ്തെഫാനോസിനെ സ്വീകരിക്കാൻ വേണ്ടി ആ ദൈവത്തിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. കടന്നു വന്നാൽ ഇതാ നിനക്ക് ഇവിടെ സീറ്റ് ഉണ്ടെന്ന് പറയാൻ തക്കവണ്ണമായിരിക്കാം. ആ വേദനയുടെ ആ നൊമ്പരത്തിന്റെ നടുവിൽ എനിക്ക് വേണ്ടിയാണല്ലോ ഇത് സഹിക്കുന്നത്, യേശു കർത്താവിന്റെ നാമത്തെ പ്രതിയാണല്ലോ ഇതെല്ലാം ഏറ്റെടുക്കുന്നത് എന്ന് കണ്ട് എന്റെ കർത്താവ് തന്നെ അവിടുന്ന് എഴുന്നേൽക്കുന്നത് കാണുന്നെങ്കിൽ, ഇന്ന് യേശു കർത്താവിന് വേണ്ടി നമ്മൾ എന്തെല്ലാം സഹിച്ചെങ്കിലും
എന്തെല്ലാം വേദനകളും എന്തെല്ലാം ദുഃഖങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കാൻ ഇടവരുന്നത്, അതെല്ലാം കാണുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവന്റെ മഹത്വം അനുഭവിക്കാൻ ഇടയാകും. സ്തെഫാനോസ് അങ്ങനെയാണ്. ആ ദൈവീക കൃപയെ അനുഭവിച്ചുകൊണ്ട്, ആ ദൈവീക തേജസ്സിൽ നിറഞ്ഞുകൊണ്ട്, ആത്മാവിന്റെ ശക്തിയിൽ ജ്വലിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ഈ ഒരു അനുഭവം കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്ന വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ മേലേക്ക് ദൈവം ചൊരിയും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടണം. യേശു കർത്താവിനായി ജീവിച്ച സ്തെഫാനോസ് ആദ്യ രക്തസാക്ഷിയായി കർത്താവിന് വേണ്ടി ജീവനെ ഉരിഞ്ഞു വെച്ചതുപോലെ പരാതിയോ പരിഭവമോ ഒരു ദുഃഖമോ വേദനയോ ഒന്നും കാണിക്കാതെ സ്വർഗത്തിലെ യേശു കർത്താവിനെ നോക്കിക്കണ്ടുകൊണ്ട് അവനെ മഹത്വപ്പെടുത്താൻ ഇടവന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതഭാരങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളെല്ലാം ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് വലിയ വരവും കൃപയും തരണമേ. ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമത്തിന് എന്നും മഹത്വം ഉണ്ടാകട്ടെ. യേശു